അഹമ്മദാബാദ് ലണ്ടൻ വിമാന സർവീസ് റദ്ദാക്കി. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടത്തിന് ശേഷമുള്ള ആദ്യ സർവീസാണ് ഇന്ന് നിശ്ചയിച്ചിരുന്നത്. ബോയിംഗ് 7878 വിമാനം തന്നെയായിരുന്നു സർവീസിനൊരുങ്ങിയത്. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം. നോബിൾ മാരിക്കാരൻ, വലിയൊരു ദുരന്തമാണ് നമ്മൾ അഹമ്മദാബാദിൽ കണ്ടത്. അതിനുശേഷമുള്ള ആദ്യത്തെ സർവീസ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് തയ്യാറായതിനു ശേഷം ഈ റദ്ദാക്കലിലേക്ക് എത്താനുള്ള സാഹചര്യം? ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഈ വിമാന സർവീസ് ഇന്ന് ഇപ്പോൾ ഉണ്ടാകില്ല എന്ന വിവരമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ സർവീസ് ആരംഭിക്കുമ്പോൾ ഇതിൽ ആവശ്യത്തിന് യാത്രക്കാർ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ റദ്ദാക്കിയെന്ന പ്രാഥമിക സൂചന മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തകർന്നു വീണ സമാനമായി തന്നെ ബോയിംഗ് 787 വിമാനം തന്നെയായിരുന്നു ഈ സർവീസിന് എത്താണെങ്കിൽ നിശ്ചയിക്കുകയും ചെയ്തിരുന്നത്. സാധാരണഗതിയിലേക്ക് ഈ സർവീസ് എത്താൻ കുറച്ചുകൂടി ദിവസം പിടിക്കും എന്നൊരു സൂചനയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ഏതാണെങ്കിലും ഈ സർവീസിൽ ഇത്തരത്തിൽ ആളുകളുടെ അഭാവം തന്നെയാണ് ഇതിനെ ബാധിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് വിവരം ഉള്ളത്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോഴും സിവിൽ ആശുപത്രിക്ക് മുന്നിൽ തന്നെയാണ്. ഇവിടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത് ബന്ധുക്കൾ കൈമാറുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. മൊത്തം ഇതുവരെ, അതായത് ഇന്നലെ രാത്രി 10:30 വരെയുള്ള കണക്ക് പ്രകാരം 131 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതിൽ 100-നടുത്ത് മൃതദേഹങ്ങൾ ബന്ധുക്കൾ കൈമാറുകയും ചെയ്തു. ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. 2 ആംബുലൻസുകൾ പുറത്ത് കാത്തു നിൽക്കുന്നു. ഒരു ആംബുലൻസ് അകത്തുണ്ട്. ആ ആംബുലൻസിലേക്ക് ഒരു മൃതദേഹം കയറ്റുകയും ചെയ്യുന്നുണ്ട്. ചെറിയ മഴ എന്താണെങ്കിൽ ഗുജറാത്തിൽ പെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രധാനമായും എത്രയും വേഗം ഈ DNA പരിശോധനാ ഫലങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ. കാരണം ഇപ്പോൾ മൊത്തം 174 അടുത്ത് ആളുകൾ മരിച്ചിട്ടുണ്ടാകാം എന്നൊരു 274 അടുത്ത് ആളുകൾ മരിച്ചിട്ടുണ്ടാകാം എന്നൊരു സൂചന മാത്രമാണ് സർക്കാരിനുള്ളത്. കൃത്യമായ കണക്കടക്കം ലഭിക്കണമെങ്കിൽ പൂർണ്ണമാകേണ്ടതുണ്ട് DNA പരിശോധനാ ഫലം. അത് മാത്രമല്ല, പത്തനംതിട്ട പുല്ലാട് സ്വദേശി രജിതയുടെ മൃതദേഹം ഇപ്പോഴും തിരിച്ചറിയാത്ത സാഹചര്യത്തിലാണ് ഉള്ളത്. സഹോദരൻ രതീഷ് ഇപ്പോഴും അഹമ്മദാബാദിൽ തുടരുകയും ചെയ്യുകയാണ്. DNA പരിശോധന വന്നു കഴിഞ്ഞാൽ മാത്രം, ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് രഞ്ജിത്തിന്റെ മൃതദേഹം അടക്കം തിരിച്ചറിയാൻ കഴിയുകയും പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് പ്രധാനപ്പെട്ടതാണ്. DNA പരിശോധന വേഗത്തിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ പ്രത്യേകിച്ച് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ ഗാന്ധിനഗറിന്റെ ലാബിൽ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഇത് വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ രഞ്ജിതയുടെ അടക്കം DNA പരിശോധനാ ഫലം പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അഹമ്മദാബാദ് ലണ്ടൻ വിമാന സർവീസ് റദ്ദാക്കി. DNA പരിശോധനാ ഫലമടക്കം വരാനിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അഹമ്മദാബാദിൽ നിന്ന് നോബിൾ മാരിക്കാരൻ.